ഇനി നമുക്ക് ആൻഷ്യന്റ് കേരള ഹിസ്റ്ററി എന്നുള്ള 10 ക്വസ്റ്റ്യൻസ് നോക്കാം. Number 31. Consider the following statements. In Kerala, the megaliths are burial sites. 2. Iron objects and pottery are the main items found from the megalithic burials in Kerala. 3. Pattanam is a megalithic burial site. Which of the above statements are not correct? One only, 1, 2, 3, 3 only, all of the above. Megalithic കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഈ മെഗാലിത്തിക് ഏജ് എന്ന് പറയുന്നത് കേരള സംഘകാലഘട്ടത്തിന് തൊട്ടു മുമ്പുള്ള ഏകദേശം ഒരു BC മൂന്നാം നൂറ്റാണ്ട് മുതൽ AD 1-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു 400 വർഷ കാലഘട്ടമാണ് മെഗാലിത്തിക് കാലഘട്ടം. ഈ മെഗാലിത്തിക് കാലഘട്ടത്തിന്റെ പ്രത്യേകത സൗത്ത് ഇന്ത്യയിൽ അയൺ ഏജ് കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതായത് അയണിന്റെ ഉപയോഗം ആദ്യം നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. BC 1000-ലാണ് അയൺ നോർത്ത് ഇന്ത്യയിൽ കണ്ടുപിടിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലേക്ക് അയൺ എത്തിയത് BC 500-ന് ശേഷമാണെന്നാണ് കരുതപ്പെടുന്നത്. ഓക്കെ, അപ്പൊ സൗത്ത് ഇന്ത്യയിൽ അയണേജിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, അതായത് അയണേജിന്റെ കാലഘട്ടം അയൺ ഉപയോഗിച്ചിരുന്ന ആ ഒരു കാലഘട്ടം. ഓക്കെ, അയണേജിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വേ ഓഫ് ലൈഫ് ആണ്, അല്ലെങ്കിൽ സംസ്കാരമാണ് മെഗാലിത്തിക് കാലഘട്ടം. ഈ മെഗാലിത്തിക് കൾച്ചർ അല്ലെങ്കിൽ മെഗാലിത്തിക് വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ശവസംസ്കാരത്തിന്റെ മേല് വലിയ കല്ല് സ്ഥാപിക്കുന്ന, വലിയ 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 ആകൃതിയിലുള്ള വലിയ വലിയ കല്ല് സ്ഥാപിക്കുന്ന ആ ഒരു കൾച്ചർ എന്ന് പറയുന്ന പേരാണ് മെഗാലിത്തിക് കൾച്ചർ. ഓക്കെ, ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ആ ഒരു ശവസംസ്കാരത്തിന്റെ മുകളിൽ വലിയ വലിയ കല്ലുകൾ സ്ഥാപിക്കുന്ന ആ ഒരു വേ ഓഫ് ലൈഫിനെ പറയുന്ന പേരാണ് മെഗാലിത്തിക് കൾച്ചർ. ഓക്കെ, ഇപ്പൊ കേരളത്തിൽ പല ടൈപ്പ് മെഗാലിത്തിക് കല്ലുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായി തുപ്പിക്കല്ല്, കുടക്കല്ല് തുടങ്ങിയ സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, നന്നങ്ങാടികൾ പോലെയുള്ള സിസ്റ്റങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ മെഗാലിത്തിക് കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ഇൻ കേരള ദ മെഗാലിത്സ് ആർ ബറിയൽ സൈറ്റ്സ്. ശരിയാണ്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മരിച്ചു കിടക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ മേലെ വലിയ വലിയ കല്ലുകൾ സ്ഥാപിക്കുന്ന ഒരു വേ ഓഫ് ലൈഫിന് പറയുന്ന പേരാണ് മെഗാലിത്തിക്. ഓക്കെ, സോ മെഗാലിത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബറിയൽ സൈറ്റ്സ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതേപോലെ തന്നെ അയൺ ഒബ്ജക്ട്സ് ആൻഡ് പോട്ടറി ആർ ദ മെയിൻ ഐറ്റംസ് ഫൗണ്ട് ഇൻ ദ മെഗാലിത്തിക് ബറിയൽസ് ഇൻ കേരള. കേരളത്തിലെ ഈ മെഗാലിത്തിക് ബറിയൽസിൽ, ശവസംസ്കാരത്തിൽ നമുക്ക് പോട്ടറികൾ കാണാൻ പറ്റും. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അസ്ഥികളും കാര്യങ്ങളൊക്കെ കുടത്തിൽ സൂക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. അത്തരം കുടങ്ങൾക്ക് പറയുന്ന പേര് നന്നങ്ങാടികൾ. ഓക്കെ, അപ്പൊ ഈ നന്നങ്ങാടികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മെഗാലിത്സിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ അയൺ ഒബ്ജക്റ്റുകൾ, ഓക്കെ, ഇരുമ്പിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ ശവസംസ്കാരത്തിന് മേല് തുപ്പിക്കല്ല്, കുടക്കല്ല് പോലെയുള്ള കല്ലുകൾ സ്ഥാപിക്കുന്നത് കാണാം. അതേപോലെ ഡോൾമനോയിഡ് സിസ്റ്റം ഉണ്ട്. നമ്മൾ മുനിയറകൾ എന്നൊക്കെ മലയാളത്തിൽ പറയും. ഓക്കെ, നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞ് ഡിസ്കസ് ചെയ്യും, ടെൻഷൻ ആവണ്ട. മുനിയറകൾ പോലെയുള്ള ധാരാളം കല്ലുകളും കാര്യങ്ങളൊക്കെ മറ്റു സ്ഥലത്ത് എന്ത് ചെയ്യും? കൊണ്ടുവെക്കും. ഓക്കെ, അപ്പം കേരളത്തിൽ കാണുന്ന മെഗാലിത്തിക് ബറിയൽസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? പോട്ടറികളും കാണാൻ പറ്റും, അയൺ ഒബ്ജക്ട്സും കാണാൻ പറ്റും. സോ 1ഉം 2ഉം ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വളരെ ക്രൂഷ്യലാണ്. പട്ടണം ഈസ് എ മെഗാലിത്തിക് ബറിയൽ സൈറ്റ്. അതായത് പട്ടണം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഓക്കെ, പട്ടണം കേരളത്തിലെ പ്രധാനപ്പെട്ട മെഗാലിത്തിക് ബറിയൽ സൈറ്റ് ആണ് എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? ഈ നിങ്ങളെല്ലാവരും കേരള ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ആൻഷ്യന്റ് കേരള ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ബുക്ക് ഞാൻ റെഫർ ചെയ്യുന്നത് ശ്രീധര മേനോന്റെ സർവേ ഓഫ് കേരളയാണ്. ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. അത് കേസിന് എന്തായാലും അനിവാര്യമാണ്. അതെല്ലാവരും സ്വന്തമായിട്ട് വാങ്ങിയിട്ട് എന്താക്കണം? അത് പഠിക്കാൻ തുടങ്ങണം കേട്ടോ. അപ്പൊ അതിൽ ഈ മെഗാലിത്തിക്സ് കാലഘട്ടത്തെ പറ്റിയൊക്കെ നന്നായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും പുസ്തകമുണ്ട്. രണ്ടും കൊള്ളാം, രണ്ടും നല്ല പുസ്തകം തന്നെയാണ്. സോ നിങ്ങൾക്ക് ഏതാണ് കംഫോർട്ട് അതൊന്ന് വാങ്ങണം. ഓക്കെ, സർവേ ഓഫ് കേരള ഹിസ്റ്ററി. ഓക്കെ, നോക്കാം. പട്ടണം ഒരു പ്രധാനപ്പെട്ട മെഗാലിത്തിക് സൈറ്റ് അല്ല. ഈ പട്ടണം എന്ന് പറയുന്നത് തൃശ്ശൂരിലൊരു സ്ഥലമാണ്. ഈ പട്ടണത്തിന് നമുക്ക് പ്രധാനമായിട്ടും കിട്ടിയത് ഈ റോമൻ നാണയങ്ങളാണ്. അതായത് AD 1-ാം നൂറ്റാണ്ടിന് ശേഷം റോമൻ സാമ്രാജ്യവുമായിട്ട് നല്ല വ്യാപാരം കേരളത്തിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ കാലഘട്ടത്തിലെ റോമൻ സാമ്രാജ്യത്വവുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം കോയിനുകൾ കിട്ടിയ സ്ഥലമാണ് പട്ടണം. പട്ടണത്തിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? മെഗാലിത്തിക് ബറിയൽസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവശിഷ്ടങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. സോ ഈ മെഗാലിത്തിക് ബറിയൽസ് കാണപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലെ പോർക്കളം, ഈയാല് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട മെഗാലിത്തിക് സൈറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലെ? പട്ടണം എന്നുള്ളത് ഒരു മെഗാലിത്തിക് സൈറ്റ്സ് അല്ല. പട്ടണം എന്നുള്ളത് പിൻകാലഘട്ടത്തിൽ റോമൻ വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം നാണയങ്ങൾ ലഭിച്ച സ്ഥലമാണ്. അതൊരു മെഗാലിത്തിക് സ്ഥലമല്ല. ഓക്കെ അല്ലെ? 1, 2 ശരിയാണ്, 3 തെറ്റാണ്. സോ ഓപ്ഷൻ ഓക്കെ നോട്ട് ഓക്കെ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് ചോദിച്ചത്. സോ ഓപ്ഷൻ സി 3 only കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് among the following is not related with medicine in Kerala?
മതംഗലീല, പ്രകാരീയ സർവസം, അഷ്ടാംഗ ശരീരം, പ്രയോഗ സമുച്ചയം. സോ താഴെ പറയുന്നവയിൽ കേരളത്തിലെ മെഡിസിനുമായി ബന്ധപ്പെടാത്ത, ഔഷധവുമായി ബന്ധപ്പെടാത്ത പുസ്തകം ഏതാണ്? സോ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഔഷധ സസ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കൃതികൾ എഴുതപ്പെട്ടിട്ടുണ്ട്. സോ കേരളത്തിലെ മെഡിസിനുമായി ബന്ധപ്പെടാത്ത ഹിസ്റ്റോറിക്കൽ വർക്ക് ഏതാണ്? സോ മതംഗലീല, അഷ്ടാംഗ ശരീരം, അതേപോലെ തന്നെ പ്രയോഗ സമുച്ചയം, ഇതെല്ലാം എന്താണ്? കേരളത്തിലെ മെഡിസിനുമായി ബന്ധപ്പെട്ട വർക്കാണ്. സോ മെഡിസിനുമായി ബന്ധപ്പെടാത്ത വർക്ക് പ്രകാരീയ സർവസമാണ്. ഓക്കെ, സോ പ്രകാരീയ സർവസം എഴുതിയത് ആരാണ്? മേൽപ്പത്തൂർ നാരായണ നമ്പൂതിരിയാണ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പ്രകാരീയ സർവസം. ഇത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഗ്രാമർ വർക്കാണ്. ഓക്കെ, മേൽപ്പത്തൂർ നാരായണ നമ്പൂതിരിയാണ് പ്രകാരീയ സർവസം എഴുതി. അതൊരു ഗ്രാമർ വർക്കാണ് ആക്ച്വലി. ഓക്കെ, സംസ്കൃത വ്യാകരണ ഗ്രന്ഥമാണ്, ഗ്രാമർ വർക്കാണ് പ്രകാരീയ സർവസം. ബാക്കി മൂന്നും മതംഗലീല, അഷ്ടാംഗ ശരീരം, പ്രയോഗ സമുച്ചയം, ഇതെല്ലാം മെഡിസിൻ വർക്കാണ്, ഔഷധ സസ്യങ്ങളുടെ വർക്കുകളാണ്. പ്രകാരീയ സർവസം മേൽപ്പത്തൂർ നാരായണ നമ്പൂതിരിയുടെ ഗ്രാമർ പുസ്തകമാണ് കേട്ടോ. എന്നിട്ട് അടുത്ത 31 ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ടെമ്പിൾ ആർക്കിടെക്ചർ ഓഫ് കേരള കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. പല്ലവ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇൻഫ്ലുവൻസ് ദ ടെമ്പിൾ ആർക്കിടെക്ചർ ഇൻ കേരള. 2. Kuttambalam is an important feature of Kerala temple architecture. 3. Vimana is an important feature of Kerala temples. Which of the statement given above are not correct? 1 only, 3 only, 1 and 2 only, 1, 2, 3. So കേരള ടെമ്പിൾ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ചെയ്തു. ഓക്കെ, നവനീത് പറയുന്നു ഓപ്ഷൻ ബി ആണെന്ന്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം എന്താ? പല്ലവന്മാര്, ഓക്കെ, BC പിന്നെ 3-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെയാണ് പല്ലവന്മാര് ഭരിച്ചത്. സോ പല്ലവന്മാരുടെ ടെമ്പിൾ ആർക്കിടെക്ചർ കേരള ടെമ്പിൾ ആർക്കിടെക്ചറിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മുൻകാലഘട്ടങ്ങളിൽ കഴിഞ്ഞു പോയവരൊക്കെ നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതുപോലെ കേരള ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറാണ് കൂത്തമ്പലം. ഓക്കെ, ചില ക്ഷേത്രങ്ങൾ കൂത്തമ്പലമാണ്, അതും ശരിയാണ്. പക്ഷെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വിമാന എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് വിമാനം. വിമാനം എന്ന് പറഞ്ഞാല് ഈ ക്ഷേത്രത്തില് നമ്മൾ വിഗ്രഹം പിന്നെ വെക്കുന്ന സ്ഥലമുണ്ട്, അതിന് പറഞ്ഞ പേരാണ് ഗാർഭഗൃഹ. ഈ ഗാർഭഗൃഹത്തിന് മുകളിൽ ഒരു ടവർ ഷേപ്പില് ഒരു കുത്തനെയുള്ള ഒരു വലിയൊരു ഗോപുരം കാണാൻ പറ്റും. ആ ഗോപുരത്തിന് പറയുന്ന പേരാണ് വിമാനം. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയാൽ അവിടെ കാണുന്ന മധുര മീനാക്ഷി ക്ഷേത്രത്തിലൊക്കെ എന്തുണ്ട്? വലിയ വലിയ ഗോപുരം കാണാൻ പറ്റും. കേരളത്തിൽ ടെമ്പിളുകൾക്ക് അത്തരം ഗോപുരങ്ങളില്ല. നിങ്ങളിപ്പോ ധാരാളം ടെമ്പിൾസ് ഉണ്ടാവും, ആ ടെമ്പിൾസിനൊന്നും ഗോപുരങ്ങളില്ല. അപ്പൊ ഗോപുരങ്ങളോട് കൂടിയ ടെമ്പിൾസ്, ക്ഷേത്രങ്ങളിലെ ഗോപുരങ്ങൾക്ക് പറയുന്ന പേരാണ് വിമാനം. ഓക്കെ, അപ്പൊ സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസിനെല്ലാം വിമാനമുണ്ട്, പക്ഷെ കേരളത്തിലെ ടെമ്പിളുകൾക്ക് എന്തില്ല? ഇത്തരത്തിലെ വിമാനങ്ങൾ ഇല്ല. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി 3 ഓൺലിയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്നിട്ട് പോവാം. 34ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ്. മാമ്പള്ളി കോപ്പർ പ്ലേറ്റ് ഓഫ് ശ്രീ വല്ലഭൻ കോത is the first record that used Kollam era. 2. Parvatipuram copper plate refers to the grants of land to Salai. 3. Jewish copper plate speaks of grant to Joseph Rabban. Which of the statement given boys are correct? 1 only, 1 and 3 only, 1, 2, 3, none of the above. ഇവിടെ പരിപൂർണമായും ശരി, പരിപൂർണമായി തെറ്റ് എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ഈ മാമ്പള്ളി ശാസനൊക്കെ PSCയുടെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. സോ മാമ്പള്ളി ശാസനത്തിന്റെ പ്രത്യേകത, മാമ്പള്ളി ശാസനം ഇഷ്യൂ ചെയ്തത് ശ്രീ വല്ലഭൻ കോതയാണ്. സോ കൊല്ലവർഷം ആദ്യമായി രേഖപ്പെടുത്തിയ ശാസനമാണ് മാമ്പള്ളി ശാസനം. ഓക്കെ അല്ലെ? സോ കേരളത്തിൽ ആദ്യമായി കൊല്ലവർഷം പ്രതിപാദിക്കുന്ന ശാസനമാണ് മാമ്പള്ളി ശാസനം. മാമ്പള്ളി ശാസനം ഇഷ്യൂ ചെയ്തത് വേണാടിലെ ഭരണാധികാരിയായിരുന്ന ശ്രീ വല്ലഭൻ കോതയാണ്. ഏകദേശം AD 974 മാമ്പള്ളി ശാസനം ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനം മാമ്പള്ളി ശാസനമാണ്. മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് വേണാട് രാജാവായിരുന്ന ശ്രീ വല്ലഭൻ കോതയാണ്. അപ്പൊ ഒന്ന് ശരിയാണ്, രണ്ടും ശരിയാണ്. ഈ പാർവതിപുരം കോപ്പർ പ്ലേറ്റ് ഉണ്ട്. ഈ പാർവതിപുരം കോപ്പർ പ്ലേറ്റില് സലൈനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. സലൈ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ബോർഡിംഗ് സ്കൂളാണ്. ഓക്കെ അല്ലെ? അതായത് ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള ബോർഡിംഗ് സ്കൂളുകൾക്ക് പറഞ്ഞ പേരാണ് സലൈ. ഓക്കെ, അപ്പൊ മഹാരാജാവ് എന്താക്കിയിട്ടുണ്ട്? പിന്നെ
ഇത്തരത്തിലുള്ള സല എന്ന് പറയുന്ന ബോർഡിംഗ് സ്കൂളുകൾക്ക്, ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന സ്കൂളുകൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന ശാസനമാണ് പാർവതീപുരം ശാസനം. സോ പാർവതീപുരം ഇൻസ്ക്രിപ്ഷൻസിൽ ബോർഡിംഗ് സ്കൂൾ ആയിട്ടുള്ള സലയിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ജൂവിഷ് കോപ്പർ പ്ലേറ്റിൽ ജോസഫ് റബ്ബാൻ എന്ന് പറയുന്ന ജൂത പ്രമാണിക്ക് നൽകിയ വ്യാപാര ആനുകൂല്യങ്ങളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. സോ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാമ്പള്ളി ശാസനം, പാർവതീപുരം ശാസനം, ജൂവിഷ് കോപ്പർ പ്ലേറ്റ്, ഓക്കെ, ഇതിനൊക്കെ പുറമെ ധാരാളം കോപ്പർ പ്ലേറ്റുകളും അതേപോലെ തന്നെ മറ്റ് സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസും ശിലാശാസനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അറിഞ്ഞിരിക്കണം. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി 1, 2, 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, മുന്നോട്ട് പോകാം. അടുത്ത 35ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോവിംഗ് പേഴ്സ് വർക്ക് ആൻഡ് ഓഥർ. കോകില സന്ദേശം, ബുദ്ധാനന്ദ ശാസ്ത്രികൾ. ആശ്ചര്യ ചുടാമണി, ശക്തിഭദ്ര. ഭാഷാഷ്ടപദ്ധതി, ഉണ്ണായി വാര്യർ. Which of the above pairs are correctly matched? Option A 1 only, option B 1 and 2 only, option C 1, 2, 3, option D none of the above. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള കുറെ ലിറ്ററേച്ചറുകൾ ശ്രീധര മേനോന്റെ സർവേ ഓഫ് കേരള എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു ഭാഗത്താണ് ഈ ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. സോ ആൻസർ ചെയ്യാം. കോകിൽ സന്ദേശം എഴുതിയത് ബുദ്ധാനന്ദ ശാസ്ത്രികളാണ്. ശരിയാണ്. കോഴിക്കോട് ഭരിച്ച സാമൂതിരിയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന പണ്ഡിതനാണ് ബുദ്ധാനന്ദ ശാസ്ത്രികൾ. അദ്ദേഹമാണ് കോകില സന്ദേശം എഴുതി. ശരിയാണ്. ആശ്ചര്യ ചൂടാമണി എഴുതിയത് ശക്തിഭദ്രനാണ്. അതും ശരിയാണ്. പക്ഷെ ഭാഷാഷ്ടാധിപതി എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതി രാമപുരത്ത് വാര്യരാണ്, അല്ല ഉണ്ണായി വാര്യരല്ല. ഭാഷാഷ്ടാധിപതി ആക്ച്വലി ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന ഹിന്ദി വർക്കുണ്ട്, സംസ്കൃത വർക്കുണ്ട്. അതിന്റെ മലയാള പരിഭാഷയാണ് ഭാഷാഷ്ടാധിപതി. ഭാഷാഷ്ടാധിപതി എഴുതിയത് ഉണ്ണായി വാര്യരല്ല, മറിച്ച് രാമപുരത്ത് വാര്യരാണ്. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒഴികെ ബാക്കിയെല്ലാം ശരിയാണ്. സോ ഓപ്ഷൻ ബി 1 and 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് among the following palace is famous for its mural paintings? ഗജേന്ദ്ര മോക്ഷം. എവിടെയാണ് ഗജേന്ദ്ര മോക്ഷം ചുമർ ചിത്രം സ്ഥിതി ചെയ്യുന്നത്? മട്ടഞ്ചേരി പാലസ്, പത്മനാഭപുരം പാലസ്, ചിറക്കൽ പാലസ്, കൃഷ്ണപുരം പാലസ്. ഗജേന്ദ്ര മോക്ഷം ചുമർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരം പാലസിലാണ് കേട്ടോ. തിരുവിതാംകൂറിലെ കൃഷ്ണപുരം പാലസിലാണ് ഗജേന്ദ്ര മോക്ഷം ചുമർ ചിത്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത 35ാമത്തെ ക്വസ്റ്റ്യൻ. With reference to caste system in Kerala, consider the following statements. Mannapedi and Pulappedi were abolished by Sri Kerala Varma of Wayanad by issuing an order. 2. Shankara Smriti is a text dealing with the caste rules and practices. 3. Chanar agitation was a caste movement. Choose the correct statement. 1 only, 2 only, 1, 2, 3, 1 and 3. കേരളത്തിലെ കാസ്റ്റ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മണ്ണാപ്പേടി പുലപ്പേടി എന്ന സാമൂഹിക ദുരാചാരം അവസാനിപ്പിച്ചത് 1796 കേരളവർമ്മ ഓഫ് വേണാടാണ്. ഈ മണ്ണാപ്പേടി പുലപ്പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതായത് ഒരു പർട്ടിക്കുലർ ഡേ, ഓക്കെ, ആ പർട്ടിക്കുലർ ഡേയില് ഈ ഹയർ കാസ്റ്റിൽപ്പെട്ട എസ്പെഷ്യലി നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട സ്ത്രീകള് ഒരു വീടിന് പുറത്തിറങ്ങിയാൽ, രാത്രി വീടിന് പുറത്തിറങ്ങി അവർ ഏതെങ്കിലും കീഴ്ജാതിയിൽപ്പെട്ട ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ആ സ്ത്രീ അയാൾക്ക് അവകാശപ്പെട്ടതാവും. മനസ്സിലായാലും? ഒരു പർട്ടിക്കുലർ ഡേ സ്ത്രീകളെ ആ ഒരു പർട്ടിക്കുലർ നൈറ്റില് ഏതെങ്കിലും കീഴ്കാസ്റ്റിൽപ്പെട്ട ഒരാള് ഈ സ്ത്രീയെ കാണുകയോ മറ്റോ കണ്ടു കഴിഞ്ഞാൽ ആ സ്ത്രീ ഇയാൾക്ക് അവകാശപ്പെട്ടതായിട്ട് മാറും. ആ ഒരു സിസ്റ്റമാണ് മണ്ണാപ്പേടി ആൻഡ് പുലപ്പേടി സിസ്റ്റം. ഓക്കെ, ഈ മണ്ണാപ്പേടി പുലപ്പേടി കോട്ടയം കേരളവർമ്മയാണ് നിരോധിച്ചത്. അത് ഒന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത്, കേരളത്തിലെ ജാതി റൂളുകളെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ശങ്കരസ്മൃതി. അത് ശരിയാണ്. ശങ്കരസ്മൃതി എഴുതിയത് ആദി ശങ്കരയാണ്. ഈ ഒരു പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ത്, ബ്രാഹ്മണന്മാര് കീഴ്ജാതിയിൽപ്പെട്ട ആളുകളെ തൊട്ട് കഴിഞ്ഞാൽ അവർ കുളിക്കണം, അല്ലാത്ത പക്ഷം അവർ അശുദ്ധരാണെന്ന് ആദിശങ്കരന്റെ ശങ്കരസ്മൃതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ജാതിപരമായിട്ടുള്ള നിയമങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ആദിശങ്കരന്റെ ശങ്കരസ്മൃതി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതുപോലെ ചാന്നാർ സമരം, നമുക്കറിയാം ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾ മാറുമറക്കാൻ വേണ്ടി നടത്തിയ സമരമാണ് ചാന്നാർ സമരം. സോ ചാന്നാർ സമരം കേരളത്തിലെ ഫസ്റ്റ് സാമൂഹിക സമരം കൂടിയാണ്, ഇതൊരു കാസ്റ്റ് മൂവ്മെന്റ് കൂടിയാണ്. സോ 1, 2, 3 ശരിയാണ്. സോ ഓപ്ഷൻ സി 1, 2, 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ചാന്നാർ അഗിറ്റേഷനെ പറ്റി ആധികാരികമായിട്ട് നമുക്ക് എന്താക്കാം, പുറകെ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. മുന്നോട്ട് പോകാം. അടുത്ത 38ാമത്തെ ക്വസ്റ്റ്യൻ.
Consider the following. Revati Pattathanam was an annual scholarly assembly patronized by Zamarin of Calicut. 2. Kadanirikal is an important aspect of Revati Pattathanam. 3. Head of Payur family was the chief judge of Revati Pattathanam. Which among the above are not correct? 1 only, 2 only, 2 and 3, 1, 2, 3. കേരളത്തിലെ പൗരാണികപരമായിട്ടുള്ള കുറച്ച് ഫെസ്റ്റിവൽസ് ഉണ്ട്. മാമാങ്കം, രേവതി പട്ടത്താനം ഒക്കെ. സോ ആണ് ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫെസ്റ്റിവൽസ് ഇൻ കേരള. അപ്പൊ ഫെസ്റ്റിവൽസ് ഓഫ് കേരള എന്ന് പറയുന്ന ടോപ്പിക് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ ഇവിടെ പരിപൂർണമായി ശരി, പരിപൂർണമായി തെറ്റ് ഉറപ്പുള്ള ഏതൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. രേവതി പട്ടത്താനം. ഓക്കെ, രേവതി പട്ടത്താനം എന്നുള്ളത് എന്താണ്? കോഴിക്കോട്ടെ സാമൂതിരി നടത്തിയിരുന്ന ഒരു വാർഷിക പണ്ഡിത സമ്മേളനമാണ്. അതായത് എല്ലാ പണ്ഡിതന്മാരും എന്താക്കും, ഈ രേവതി പട്ടത്താനത്ത് വന്ന് മീറ്റ് ചെയ്യും. അവർ പരസ്പര സംഘടനയിൽ ഏർപ്പെടും. അതിൽ വിജയം എന്താക്കും, പ്രഖ്യാപിക്കും. വിജയിക്ക് പിന്നീട് ടൈറ്റിൽസ് കിട്ടും. ഓക്കെ, അപ്പൊ കോഴിക്കോട് സാമൂതിരി നടത്തിയിരുന്ന ഒരു പണ്ഡിത മത്സരമാണ് ആക്ച്വലി എന്ത്, കോഴിക്കോട്ടെ തളിചിത്രത്തിൽ. വെരി ഗുഡ്. ഓക്കെ, വൈശാഖ് കറക്റ്റ് ആണ്. കോഴിക്കോട്ടെ തളിചിത്രത്തിൽ ഉണ്ടായിരുന്ന ആനുവൽ സ്കോളർലി അസംബ്ലിയാണ് രേവതി പട്ടത്താനം. ഓക്കെ അല്ലെ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കടന്നരികൾ ഈസ് എൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് രേവതി പട്ടത്താനം. രേവതി പട്ടത്താനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് കടന്നരിക്കൽ ആണെന്നാണ്. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കടന്നരിക്കൽ ആക്ച്വലി കളവല്ലൂർ അന്യോനം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കോമ്പറ്റീഷൻ ഉണ്ട്. അതായത് ഈ വേദം, 4 വേദങ്ങളുണ്ടോ, ഈ വേദങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്, വേദ സാഹിത്യവുമായി ബന്ധപ്പെട്ട കോമ്പറ്റീഷനാണ് കടവല്ലൂർ അന്യോനം. ഈ കടവല്ലൂർ അന്യോനം എന്ന് പറയുന്ന കോമ്പറ്റീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ പീക്ക് പോയിന്റ് ആണ് കടന്നിരിക്കൽ ചടങ്ങ്. ഈ കടന്നിരിക്കൽ ചടങ്ങ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കടവല്ലൂർ അന്യോനം എന്ന് പറയുന്ന ഫെസ്റ്റിവൽസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതല്ലാതെ എന്തുമായി ബന്ധപ്പെട്ടതല്ല, രേവതി പട്ടത്താനത്തുമായി ബന്ധപ്പെട്ടതല്ല. അപ്പൊ രേവതി പട്ടത്താനത്തിന് പുറമെ വേറെ ഉണ്ടായത് ഒരു ആൻഷ്യന്റ് ഫെസ്റ്റിവലാണ് കടവല്ലൂർ അന്യോനം. ഈ കടവല്ലൂർ അന്യോനം എന്ന് പറയുന്ന ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇത് കടന്നിരിക്കൽ. അപ്പൊ 2 തെറ്റാണ്. മൂന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പയ്യൂർ ഫാമിലിയിലെ ഹെഡാണ് രേവതി പട്ടത്താനത്ത് ചീഫ് ജഡ്ജ്. 3 ശരിയാണ്. സോ 1ഉം 3ഉം ശരിയാണ്, 2 തെറ്റാണ്. സോ ഇവിടെ നോട്ട് കറക്റ്റ് ചെയ്തെന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ ബി 2 ഓൺലിയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ മാമാങ്കം, രേവതി പട്ടത്താനം, കടവല്ലൂർ അന്യോനം തുടങ്ങിയ ഏതാനും ചില ആൻഷ്യന്റ് ഫെസ്റ്റിവൽസ് നമുക്ക് എന്താക്കാനുണ്ട്, ആൻഷ്യന്റ് കേരള ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്താണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. മുന്നോട്ട് പോകാം. അടുത്ത 39th ക്വസ്റ്റ്യൻ. With reference to evolution of Malayalam language, consider the following statements. The word Janal came to Malayalam language from Portuguese. 2. Divan is a word that came to Malayalam from Arab language. 3. Sankshepa Vedartham is the first printed book in Malayalam. Which of the above are correct? 1 and 3 only, 1 and 2 only, 1, 2, 3, none of the above. മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ എന്താ കറക്റ്റ് ആൻസർ വരുന്നത്? ജനൽ അല്ലെ? ജനൽ മലയാളത്തിലേക്ക് വന്നത് പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ്. ഈ പോർച്ചുഗീസുകാരുടെ ബന്ധം മൂലം മലയാള ഭാഷയിലേക്ക് ധാരാളം പുതിയ വാക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ധാരാളം വാക്കുകൾ, ഈ സെമിനാരി, സെമിത്തേരി പോലെയുള്ള ധാരാളം വാക്കുകൾ വന്നിട്ടുണ്ട്. സോ ജനൽ എന്ന് പറയുന്ന വാക്ക് മലയാള ഭാഷയിലേക്ക് വന്ന് പോർച്ചുഗീസ് ലാംഗ്വേജിൽ നിന്നാണ്. ശരിയാണ്. ദിവാൻ എന്ന് പറയുന്ന വാക്ക് ഓക്കെ മലയാളത്തിലേക്ക് വന്ന് അറബി ഭാഷയിൽ നിന്നാണ്. അതേപോലെ മലയാള ഭാഷയിൽ ഫസ്റ്റ് പ്രിന്റ് ചെയ്ത പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. അതും ശരിയാണ്. ഓക്കെ, ആദ്യമായി മലയാള ലിപി പ്രത്യക്ഷപ്പെട്ട ഭാഷ പോർത്തൂസ് മലബാറിക്കസ്. പോർത്തൂസ് മലബാറിക്കസ് ലത്തീൻ ഭാഷയിൽ എഴുതിയ പുസ്തകമാണ്. പക്ഷെ അതിൽ ചില ഔഷധങ്ങളുടെ പേരൊക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ. മലയാള ലിപി ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഭാഷ അല്ലെ, മലയാള ലിപി ആദ്യമായി പ്രത്യക്ഷപ്പെട്ട പുസ്തകം പോർത്തൂസ് മലബാറിക്കസ് ആണ്. പക്ഷെ ആദ്യമായി പരിപൂർണമായി മലയാള ഭാഷയിൽ പ്രിന്റ് ചെയ്ത പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. സോ ഇവിടെ 1, 2, 3 ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി 1, 2, 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അവിടെ 40th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ്. പരാഹിത സിസ്റ്റം ഓഫ് അസ്ട്രോണമി എക്സിസ്റ്റഡ് ഇൻ കേരള. 2. Kattapayadi system employed letters to denote numbers. 3. Lagubhaskariya Vyakya is an astronomical work. Which among the above statements are correct? 1 and 2 only, 1 and 3 only, 1, 2, 3, 2 and 3. Then Parahita system. Parahita system ഒരു ആസ്ട്രോണമിക്കൽ സിസ്റ്റം ആണോ നോക്കാം. സോ കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ടായിരുന്ന ഒരു ആസ്ട്രോണമിക്കൽ സിസ്റ്റമാണ് പരാഹിത. ഓക്കെ, ഈ പരാഹിത ആസ്ട്രോണമിക്കൽ സിസ്റ്റം ഹരിദത്ത എന്ന് പറയുന്ന ആസ്ട്രോണമർ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ പരാഹിത ഒരു ആസ്ട്രോണമിക്കൽ സിസ്റ്റം ആണ്. ആധികാരികമായി നമുക്ക് ക്ലാസ്സുകളിൽ പഠിക്കാം. 2.
കാറ്റപ്പയാടി സിസ്റ്റം എംപ്ലോയിഡ് ലെറ്റേഴ്സ് ടു ഡിനോട്ട് നമ്പേഴ്സ്. ശരിയാണോ? എന്താണ് കാട്ടപ്പയാടി സിസ്റ്റം എന്ന് പറഞ്ഞാല്? അതായത് മെഡീവൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക സിസ്റ്റമാണ് കാട്ടാപ്പയാടി സിസ്റ്റം. ഓക്കെ, കാട്ടാപ്പയാടി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ അക്ഷരങ്ങൾ ഉണ്ടല്ലോ, അക്ഷരങ്ങള് പിന്നെ നമ്പർ ആയിട്ട് ഉപയോഗിക്കും. അതായത് ചില അക്ഷരങ്ങൾ ആക്ച്വലി നമ്പർ ആയിട്ട് ഉപയോഗിക്കും. ആ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് കാട്ടപ്പയാടി സിസ്റ്റം. ഓക്കെ അല്ലെ? പൗരാണിക കേരളത്തിലുണ്ടായിരുന്ന ഒരു ആൽഫബറ്റിക് ന്യൂമറിക്കൽ സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു ലിപിയാണ് കാട്ടപ്പയാടി സിസ്റ്റം. ഈ കാട്ടപ്പയാടി സിസ്റ്റത്തിന്റെ പ്രത്യേകത, ചില ലെറ്റേഴ്സ് നമ്മൾ എന്തായിട്ടാണ് ഉപയോഗിക്കുക? നമ്പർ ആയിട്ടാണ് പരിഗണിക്കുക. നമ്പർ സിസ്റ്റം വേറെ അല്ല, അതുകൊണ്ട് ലെറ്റേഴ്സിനെ തന്നെ എന്തായിട്ട് പരിഗണിക്കും? നമ്പർ ആയിട്ട് പരിഗണിക്കും. ആ ഒരു സിസ്റ്റമാണ് കാട്ടപ്പയാടി സിസ്റ്റം. സോ കാട്ടപ്പയാടി ഇസ് എ ആൽഫ സിലബിക് ന്യൂമറിക്കൽ സിസ്റ്റമാണ്. ഓക്കെ, അതായത് അക്ഷരങ്ങൾ നമ്പറുകളായിട്ട് വരുന്ന സിസ്റ്റമാണ്. അപ്പോൾ അത് ശരിയാണ്. അടുത്ത് ലഘുഭാസ്കരീയ വ്യാഖ്യ ഒരു അസ്ട്രോണമിക്കൽ വർക്കാണ്. അത് ഈ ശങ്കരനാരായണനാണ്. AD 869 ശങ്കരനാരായണനാണ് ലഘുഭാസ്കരീയ വിവരണം അല്ലെങ്കിൽ ലഘുഭാസ്കരീയ വ്യാഖ്യ എഴുതിയത്. 1, 2, 3 ശരിയായത് കൊണ്ട് തന്നെ ഓപ്ഷൻ സി 1, 2 and 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. മുന്നോട്ട് പോകാം. സോ വിത്ത് ദിസ് നമ്മൾ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ കേരള മോഡേൺ ഹിസ്റ്ററിന്ന് 10 ക്വസ്റ്റ്യൻസ്, ആൻഷ്യന്റ് ആൻഡ് മെഡീവൽ കേരള ഹിസ്റ്ററിന്ന് 10 ക്വസ്റ്റ്യൻസ്, ഇന്ത്യൻ ഹിസ്റ്ററിന്ന് 10 ക്വസ്റ്റ്യൻസ്, വേൾഡ് ഹിസ്റ്ററിന്ന് 10 ക്വസ്റ്റ്യൻസ്. സോ പേപ്പർ എയില് 40 ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിയാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഹിസ്റ്ററിക്കാണ്. ഓക്കെ,